ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് പോകുന്നവർക്ക് 5 കിലോമീറ്റർ നീളമുള്ള നാക്ക് മാത്രമല്ല, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും അനിവാര്യമാണ് എന്ന് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് കേട്ടോ. എത്ര ചോദ്യം ചെയ്തിട്ടും വഴക്ക് പറഞ്ഞിട്ടും അനുമോള് കുലുങ്ങാതെ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. 300 പേരടങ്ങുന്ന ക്രൂ മെമ്പേഴ്സും US ഇരുന്നുകൊണ്ട് പരിശോധിച്ച ലാലേട്ടനും പോലും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെ കണ്ടുവെന്ന് ഇന്നലെ 2-3 തവണ ലാലേട്ടൻ ചോദിച്ചിരുന്നു. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അട്ടക്കലിപ്പിലാണ് ലാലേട്ടൻ ചോദിച്ചത്. നാണമില്ലേ എന്നാണ് ചോദിച്ചത്, പച്ചയ്ക്ക് ചോദിച്ചു നാണമില്ലേ എന്ന്. പിന്നെ പ്രേക്ഷകരോടായിട്ട് പ്രോഗ്രസീവായ ആശയങ്ങളെ പറ്റി ഒരു സ്പീച്ച് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്. അത്രയൊക്കെ കേട്ടിട്ടും അനുമോള് സ്വന്തം ഗെയിമിൽ ഉറച്ചു നിന്നു. ഇത്തിരി സ്വരം ഇടറിയിട്ടുണ്ടാവാം, പക്ഷെ ഒരു തുള്ളി കണ്ണുനീര് പോലും വീണില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടാണ് ഞാൻ കണ്ടു എന്ന് അനുമോള് പറഞ്ഞത്. അനുമോൾ ഇന്നലെ കാണിച്ച ഒരൊറ്റ കോൺഫിഡൻസ് മാത്രം മതി ഒരു വലിയ വിഭാഗം പ്രേക്ഷകരും അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ബിഗ് ബോസിനകത്ത് നമ്മൾ കള്ളം പറയുന്നതും സത്യം പറയുന്നതിന് അപ്പുറത്തായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം അഭിപ്രായത്തിൽ, അതിപ്പോ നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊരു കാര്യമാണ്. അതാണ് മെയിനായിട്ട് പ്രേക്ഷകർ പരിശോധിക്കുന്ന ഒരു കാര്യം. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. നട്ടലുള്ള പെൺകുട്ടി എന്ന് കുറെ പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട്. ആ ഒരു വിവാദത്തിൽ വിമർശിച്ച എനിക്ക് പോലും തോന്നി അനുമോൾ ഇത്രയും സ്ട്രോങ് ആയിരുന്നു എന്ന്. ശരിക്കും ഒരു നട്ടലാണ് അവിടെ കാണിച്ചത്. ഞെട്ടിച്ച് കളഞ്ഞൊരു ഗെയിം ആയിരുന്നു കേട്ടോ. ബിഗ് ബോസിനും ലാലേട്ടനും എതിരെ ഈ രീതിയിൽ ഒരു ചാലഞ്ച് ഗെയിം കളിക്കുന്ന പല മെയിൽ കണ്ടസ്റ്റൻസിനെ നമ്മൾ പല സീസൺസിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തോണേ, ലാലേട്ടനും ബിഗ് ബോസിനും വെറുതെ ജിസേലിനെ ആര്യനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്ത് കാര്യമാണ് അവരെ വെറുതെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. പക്ഷെ അനുമോൾ അവിടെ സോറി പറഞ്ഞ് മറ്റേ ശാസ്താംഗം പടമിച്ച് ജിസേലിന്റെ കാലിൽ വീണാൽ അവിടെ അനുമോൾ എന്ന കണ്ടസ്റ്റന്റ് തീർന്നു. അതിനായിട്ടുള്ള പ്രഷറാണ് ലാലേട്ടനെ കൊണ്ട് ഇന്നലെ BB ടീം ചെലുത്തിയത്. പക്ഷെ അനുമോള് കുലുങ്ങിയില്ല. ഞാൻ കണ്ടു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിന്നു. ലാലേട്ടന് തെറ്റി എന്ന് പ്രേക്ഷകർ ഓർത്തോട്ടെ, ഞാനാണ് ശരി, എനിക്ക് തെറ്റിയിട്ടില്ല എന്നാണ് അനുമോള് പറയാതെ അവിടെ പറഞ്ഞത്. ഇതാണ് ശരിക്കുമുള്ള BB ലെവൽ ഗെയിം, BBക്കെതിരെയുള്ള നല്ല മാരക ഗെയിം. അനുമോള് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല, അതിനും അപ്പുറത്തേക്കുള്ള ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. അത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ശരിക്കും വ്യക്തമാക്കിയിട്ടുണ്ട് അനുമോള്. പിന്നെ ആ എപ്പിസോഡ് ഫുൾ എൻറ്റയർലി തൂക്കിയത് വേണമെങ്കിൽ അനുമോളാണെന്ന് പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.